ദൈവ നിയോഗം ലഭിച്ച പരിശുദ്ധ പിതാവ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് നമ്മുടെ പൊതുസമ്മേളനം നടക്കുന്ന നഗറിലേക്ക് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. പരിശുദ്ധ പിതാവിന് സ്വാഗതം. സ്വാഗതമേ ഉണ്ടായിരിക്കട്ടെ. മലങ്കര സഭയുടെ കാതോലിക്ക ബാവായും മലങ്കര മെത്രാപ്പൊലീത്തായുമായിരിക്കുന്ന മോറാൻമാർ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനി, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ ശ്രേഷ്ഠ ഇടയനുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവോറിയസ് തിരുമേനി, ബോംബെ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റുമായിരിക്കുന്ന അഭിവന്യ ഗിവർഗീസ് മാർ കൂറിലോസ് തിരുമേനി, ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്ന സിന്ധേറ്റ് എം ഡി ശ്രീ ജോർജ് പോൾ, സഭാ മാനേജിംഗ് കമ്മിറ്റി സഭയുടെ വൈദിക ട്രസ്റ്റിയും പാമ്പാക്കുട സെന്റ് തോമസ് വലിയ പള്ളിയിൽ വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം റോയി വർഗീസ്, ബഹുമാനപ്പെട്ട ജോസ് തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പ അച്ഛന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കാലഞ്ചേരി മെഡിക്കൽ കോളേജ് സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോയി ചേട്ടൻ, പ്രിയപ്പെട്ട ഇടവുകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, സമയ ചുരുക്കം കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ 4ാമത് കുടുംബ സംഗമത്തിനാണ് കോലഞ്ചേരി കോളേജിൻ്റെ ഈ മൈതാനം വേദിയായിരിക്കുന്നത്. മലങ്കര സഭയുടെ പ്രഥമ കാതോലിക്കായും കണ്ടനാട് ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തായുമായിരുന്ന ബഹുമാന പരിശുദ്ധ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവായുടെ നാമധേയം കൊണ്ട് അനുഗ്രഹപൂർണമായിരിക്കുന്ന ഈ വേദിയിൽ ഇന്നലെ വൈകുന്നേരം കൊടിയുയർത്തിയോടുകൂടി ആരംഭിച്ച ഈ കുടുംബ സംഗമം വളരെ അനുഗ്രഹകരമായിട്ടുള്ള ഒരു പര്യവസാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ പ്രതിസന്ധികളിലൂടെയാണ് ഈ ഭദ്രാസനം കടന്നു പോകുന്നതെങ്കിലും ദൈവത്തിന്റെ അളവറ്റ കൃപയും കടന്നുപോയ പിതാക്കന്മാരുടെ മധ്യസ്ഥയും അനുഗ്രഹവും ഈ ഭദ്രാസനത്തെ മലങ്കര സഭയുടെ അഭിമാനമായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ ദൈവത്തെ അങ്ങേയറ്റം ഈ സമയം ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. 95 ആരംഭിച്ച ഭദ്രാസന ദിനം ഇപ്പോഴേ അത് കുടുംബ സംഗമമായിട്ട് മാറ്റി മറ്റൊന്നുമില്ലാത്ത രീതിയിൽ
ഈ ഭദ്രാസനത്തിലെ അംഗങ്ങളുടെ ഐക്യവും സഭയോടുള്ള വിധേയത്വവും പ്രകടിപ്പിക്കുന്ന ഒരു മഹാസമ്മേളനമാക്കി മാറ്റുവാനായിട്ട് സാധിച്ചതിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നത് മലങ്കര സഭയുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന പരിശുദ്ധ ബാവാ തിരുമേനിയാണ്. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ പിതാവിന്റെ നാമം ഈ ഭദ്രാസനത്തിലെ ഓരോ അംഗങ്ങൾക്കും അവരുടെ ഹൃദയത്തിൽ തങ്കലിപികളാൽ കുറിക്കപ്പെട്ടിരിക്കുന്ന ഒരു നാമമാണ്. നീതി നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ മലങ്കര സഭയും പ്രത്യേകാൽ ഈ ഭദ്രാസനവും കടന്നുപോയപ്പോൾ മലങ്കര സഭയുടെ ചരിത്രത്തിൽ മറ്റൊരു മഹാപുരോഹിതനും ചെയ്യാത്ത രീതിയിൽ ഈ കോലഞ്ചേരി പള്ളിക്ക് വേണ്ടി നമ്മളിവിടെ ഇരിക്കുന്നതിന്റെ തൊട്ട് മുന്നില് മഴയും വെയിലും തണുപ്പും സഹിച്ചുകൊണ്ട് 8 ദിവസം കിടന്നത് ഓർക്കുമ്പോൾ പരിശുദ്ധ പിതാവിനെ ഞങ്ങൾക്കൊരിക്കലും മറക്കുവാനായിട്ട് സാധ്യമല്ല. ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. മലങ്കര സഭ അതിന്റെ ചരിത്രത്തിലെ പ്രതിസന്ധികളെ നേരിട്ടപ്പോൾ ആരുടെ ഔദാര്യം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട്. ആ വാക്കുകളിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇപ്പോഴും നമുക്ക് രാജ്യത്തെ നീതിപീഠങ്ങൾ നൽകിയ ആ ഒരു വിധി അതിനനുസരിച്ച് കോലഞ്ചേരി പള്ളിയിൽ ആരാധന പുനഃസ്ഥാപിക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ പിതാവിന്റെ പ്രാർത്ഥനയും പ്രോത്സാഹനവും പ്രചോദനവും അത് ഉൾക്കൊണ്ടുകൊണ്ട് കോലഞ്ചേരി ഇടവക മാത്രമല്ല കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനം മുഴുവൻ സധൈര്യം മുന്നോട്ട് പോകുമ്പോൾ ഈ ഭദ്രാസനത്തിന്റെ മുഴുവൻ നന്ദിയും കൃതജ്ഞതയും സ്വാഗതവും എല്ലാം പിതാവിന്റെ തൃപ്പാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് വളരെ വിനയ സമേതം ഞാൻ ഈ ഭദ്രാസനത്തിന് വേണ്ടി പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്തു. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത് ഈ ഭദ്രാസനത്തിന്റെ ശ്രേഷ്ഠ ഇടയനായിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നമ്മളെ ഇത്രത്തോളം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം എല്ലാ നേതൃത്വവും നൽകിക്കൊണ്ടിരിക്കുന്ന ഇടവത്തറപ്പുരത്ത് അഭിയന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവറിയൂസ് തിരുമനസ് കൊണ്ടാണ്. വാക്കുകൾക്ക് അതീതമാണ് തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതിന് സംശയമില്ല. കാരണം ഈ ഭദ്രാസനത്തിന് ലഭിച്ച വലിയൊരു പുണ്യമാണ് തിരുമേനിയുടെ നേതൃത്വമെന്ന് നമുക്ക് ഉറക്കെ പറയുന്നതിന് സാധിക്കുന്നതാണ്. അഭിയന്യ തിരുമേനിയെ ഔപചാരികത എന്നോണം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് അധ്യക്ഷം വഹിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അഭിയന്യ കൂറിലോസ് തിരുമനസ് കൊണ്ട് നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു തിരുമേനിയാണ്. കാരണം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ തന്നെ തിരുമേനിയെ അടുത്തറിയുന്നു. ഇപ്പോഴ് കേരളത്തിന് വെളിയിലാണെങ്കിൽ പോലും മലങ്കര സഭയുടെ ശബ്ദം താൻ ചെല്ലുന്ന എല്ലായിടത്തും അത് അതിൻ്റെതായ രീതിയിൽ ഉയർത്തിക്കാട്ടുവാൻ തക്കവണ്ണം അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ഇടയനാണ് അഭിമന്യ കൂറിലോസ് തിരുമനസ് കൊണ്ട്. വളരെ പെട്ടെന്നാണ് ആവശ്യപ്പെട്ടതെങ്കിലും വളരെ നേരത്തെ തന്നെ കടന്നു വരികയും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. അഭിമന്യ പിതാവിനെ നമ്മുടെ ഭദ്രാസനത്തിന്റെ പേരിൽ ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് സിന്തേറ്റ് MD ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് പോൾ സർ അവറുകളാണ്. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന് അപരിചിതനല്ല. മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായി മലങ്കര സഭയുടെ എല്ലാ മേഖലകളിലും തൻ്റെതായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചുകൊണ്ട് താൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിത്വം പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ശ്രീ ജോർജ് പോൾ അവറുകള്. നമ്മുടെ ഈ സമ്മേളനത്തിലെ മുഖ്യ അതിഥിയായിട്ട് കടന്നു വന്നതിൽ വളരെ സന്തോഷമുണ്ട്.
വളരെ വിനയപൂർവ്വം ഞാൻ ബഹുമാനപ്പെട്ട ജോർജ് പോൾ സാറിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കോനാട്ടച്ചൻ നമുക്കെല്ലാം അഭിമാനമാണ്. സഭയുടെ വൈദിക ട്രസ്റ്റിയായിരുന്നുകൊണ്ട് സഭയ്ക്ക് തൻ്റേതായിട്ടുള്ള നല്ല ഒരു നേതൃത്വം സഭയുടെ എല്ലാ തലങ്ങളിലും നൽകിക്കൊണ്ടിരിക്കുന്നതിൽ പ്രത്യേകിച്ച് കണ്ണനാട് വെസ്റ്റ് ഭദ്രാസനം അഭിമാനത്തോടെയാണ് കാണുന്നത്. കോലഞ്ചേരിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ താൻ വളരെ രാപകലില്ലാതെ തൻ്റെ സമയവും തൻ്റെ ആരോഗ്യവും ചെലവഴിച്ചത് വ്യക്തിപരമായിട്ട് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. അച്ഛൻ്റെ പ്രവർത്തനം മലങ്കര സഭയ്ക്ക് അഭിമാനമാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ ഭദ്രാസന ദിനത്തിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട റോയ് വർഗീസ് കാരിക്കോട്ടിൽ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ഒരു യുവ വ്യവസായിയും കൂടിയാണ്. സഭയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ നല്ല രീതിയിൽ സഭയുടെ കാര്യങ്ങളിൽ തനിക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളും വിനിയോഗിക്കുവാനായിട്ട് അങ്ങേയറ്റം മനസ്സുള്ള ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. ശ്രീ റോയിയെ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ജോസ് തോമസ് അച്ഛൻ ഓണക്കൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയപള്ളി വികാരിയും കണ്ണനാട് വെസ്റ്റ് ഭദ്രാസന കൗൺസിൽ അംഗവുമാണ്. ബഹുമാനപ്പെട്ട അച്ഛനെയും ഞാൻ വളരെ വിനയപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പ അച്ഛന്മാര്, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠര്, മറ്റ് സിസ്റ്റേഴ്സ്, ഇവരെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ വിജയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ വെസ്റ്റ് ഭദ്രാസനത്തിലെ മുഴുവൻ ഇടവുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. ഇന്നലെ നടന്ന കൊടിമര ഘോഷയാത്രയും ഇന്ന് രാവിലെ മുതൽ 9 മണിക്ക് ആരംഭിച്ച പ്രോഗ്രാമാണ്. നല്ല ചൂടുണ്ട്, എല്ലാവർക്കും വളരെയധികം തിരക്കുകളുണ്ട്. എങ്കിൽ പോലും രാവിലെ മുതൽ ഇത്രത്തോളം ഇതിന്റെ വിജയത്തിനായിട്ട് അക്ഷീണം പരിശ്രമിച്ച എല്ലാ ഇടവുകളിൽപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങള് ഓരോ സ്റ്റാളുകളിൽ, അതുപോലെ തന്നെ കലാ കായിക പരിപാടികളിൽ സാന്നിധ്യം കൊണ്ടത് അനുഗ്രഹകരമാക്കി, വടംവലി മത്സരം, വോളിബോൾ, ഇതുപോലെ ഇത്തരത്തില് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ കുടുംബ സംഗമത്തിന്റെ വിജയം. അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഓരോ ഇടവുകളിൽ നിന്നും അതിന് നേതൃത്വം കൊടുത്ത വൈദികര്, ഇടവക ട്രസ്റ്റിമാര്, സെക്രട്ടറിമാര്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനാ പ്രവർത്തകര്, ഓരോ ഇടവക അംഗങ്ങൾ, എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ നമ്മൾ ഭദ്രാസന വികസനമുണ്ട്. ഭദ്രാസന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അനവധിയായിട്ട് നടത്തുന്നുണ്ട്. 12ഓളം പ്രസ്ഥാനങ്ങൾ വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിനൊരു അംശം എന്ന് പറയുന്നത് ഈ ഭദ്രാസനത്തിലും അതിന് വെളിയിലുമുള്ള ആളുകളുടെ നിർലോഭമായിട്ടുള്ള ആ ഒരു സഹകരണമാണ്. അത് സാമ്പത്തികമായിട്ടും അല്ലാതെയുമാണ്. അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഏവരെയും ഈ സമയം ഞാൻ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ വിജയത്തിനായിട്ട് പത്രമാധ്യമങ്ങള് 2-3 ദിവസങ്ങളായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയുണ്ടായി. അതിന്റെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. മൈക്ക് സെറ്റ്, അതുപോലെയുള്ള കാര്യങ്ങൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ വിജയത്തിനായിട്ട് പ്രയത്നിച്ചിരുന്ന ലോക്കൽ ക്രമീകരണങ്ങൾ കൂടുതലായിട്ട് നടത്തിയത് കോലഞ്ചേരി ഇടവകയാണ്. ഇടവകയുടെ ട്രസ്റ്റിമാര്, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കുടുംബ യൂണിറ്റ് സെക്രട്ടറിമാര്, മറ്റു ആധ്യാത്മിക സംഘടനാ ഭാരവാഹികള്, അതുപോലെ തന്നെ മറ്റ് കടമറ്റം, പുത്തൻകുരിശ്, സമീപ കിഴുമുറി തുടങ്ങിയ ഇടവുകളിൽ നിന്ന് ഒക്കെയുമുള്ള ആളുകൾ ഇതിനു വേണ്ടി ഇന്നലെ മുതൽ ഓരോ കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനി, അഭിവന്യ കോറിലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് പോൾ, റോയി വർഗീസ് കാരിക്കോട്ടിൽ, ബഹുമാനപ്പെട്ട ജോസ് തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, വന്നുകൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇടവക സഹോദരങ്ങൾ, 1995 മുതൽ ഈ ഭദ്രാസനത്തിൽ നാം ആചരിക്കുന്ന ഒരു സംരംഭമാണ് എല്ലാ വർഷവും ഭദ്രാസന ദിന ആഘോഷം എന്നുള്ളത്. ആദ്യകാലങ്ങളിൽ നമ്മുടെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിൻ്റെ ചില സ്ഥാപനങ്ങളും ഉദാശകളും മറ്റുമൊക്കെ ആയിട്ടാണ് അത് ക്രമീകരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഏതാനും വർഷങ്ങളായി ഇത് ഒരു കുടുംബ സംഗമം എന്ന രീതിയിൽ കൂടി രൂപപ്പെടുത്തുകയാണ് ചെയ്തത്. അതിൽ ആളുകളുടെ വേറൊരു തരത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. അല്ലാതെയുള്ള സന്ദർഭങ്ങളിലും ആളുകൾ ഈ പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു. എന്നാൽ കുടുംബ സംഗമം വന്നതോടുകൂടി വേറൊരു തലത്തിലാണ് ആളുകളുടെ സഹകരണം. ഇടവകയിൽ ഓരോ തരത്തിലുള്ള കഴിവുകളുള്ള എല്ലാവരുടെയും കഴിവുകൾ പ്രകടിപ്പിക്കുവാനും എല്ലാ തരത്തിലും പരസ്പരം അറിയുവാനുമുള്ള ഒരവസരമാണ്. പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ കൂടി കണ്ടനാട് ഭദ്രാസനം കടക്കാൻ തുടങ്ങിയത് 1877 മുതലാണ്. എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായ ദിവസം മുതൽ അതിനിന്ന് വരെയും ഒരു കുറവും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് പലതരത്തിലുള്ള രീതിയിൽ അത് ആവിഷ്കരിക്കപ്പെട്ടു നടക്കുന്നു എന്ന് മാത്രം. പക്ഷെ ഈ സാഹചര്യത്തിലെല്ലാം ഈ ഇടവകയിലെ ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം, ഒരുമിപ്പും കൂട്ടായ്മയുമാണ് ഈ ഭദ്രാസനത്തിൻ്റെ കൈമുതലായിട്ടുള്ളത്. അങ്ങ് മൂലമറ്റം, ഇടമറകം തുടങ്ങിയ ആ ഇടവകൾ മുതൽ പടിഞ്ഞാറ് വലമ്പൂർ വരെയുള്ളതായ ഇടവകകളിൽ എല്ലാവരും ഒരുമിച്ച് സംഗമിക്കുന്നതായ ഒരു സംഗമമാണിത്. ഒരു നല്ല വിഭാഗം ആളുകൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് പോവുകയുണ്ടായി. രാവിലെ മുതൽ ഇവിടെ സംബന്ധിക്കുന്ന അനേകം ആളുകൾ ഇവിടെ ഉണ്ടതാണ്. ഈ ഒരു തരത്തിൽ ഇത് രൂപപ്പെടുത്തുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ കരുണയാണ്. ഓരോ വർഷവും പൊതുയോഗം കൂടുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, കഴിഞ്ഞ വർഷം നമ്മൾ ഇങ്ങനെയാണ് നടത്തിയത്, അടുത്ത വർഷം എങ്ങനെ വേണം എന്ന് പറയുമ്പോൾ പൊതുയോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഓരോ വർഷവും ഇതിൻ്റെ പരിപാടികൾ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പരിപാടികൾ പ്രധാനമായിട്ടുള്ളത് പൂർവ്വപിതാക്കന്മാരെ സ്മരിക്കുക എന്നുള്ളത്. കണ്ടനാട് ഭദ്രാസനത്തിന് ഊടും പാവം നൽകി അതിൻ്റെ ജന്മം മുതൽ അതിന് വളരെ ദീർഘകാലം 1877 മുതൽ 1912 മുറിപ്പറ്റത്തിൽ ബാവ കാലം ചെയ്യുന്നവരെയും അദ്ദേഹം ഈ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായി തുടർന്നിരുന്നു.
ഏതെല്ലാം കഷ്ടതകളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നതെന്ന് ആ ചരിത്രം വായിക്കുന്ന എവർക്കും മനസ്സിലാവും. മുറിമറ്റത്തിൽ ബാവായുടെ ജീവചരിത്രം എൻ്റെ മുൻഗാമി അഭിമന്യ ജോസഫ് മാർ പക്കോമിയോസ് മെത്രാപ്പോലീത്ത എഴുതിയിട്ടുള്ളത് വായിച്ചാൽ ഒരിത്തരിക്കാത്ത മനസ്സുകൾ ഉണ്ടാവുകയില്ല, കണ്ണുനീർ വീഴാത്ത കണ്ണുകളും ഉണ്ടാവുകയില്ല എന്ന് സംശയമില്ല. അങ്ങനെ ജീവിതം ഈ ഭദ്രാസനത്തിന് സമർപ്പിച്ച ഒരു പുണ്യപിതാവായിരുന്നു അദ്ദേഹം. നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളതിൻ്റെ പേരിൽ മുതുകത്ത് തല്ലുകൊണ്ട ഔഗൻ ബാബ തിരുമേനി ആ കഷ്ടതകളെല്ലാം സഹിച്ച് മക്കളെ നിങ്ങൾക്ക് സുഖമുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് താൻ നീതിക്കും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതിൽ ഏത് പീഡയും സഹിക്കുവാൻ തയ്യാറാണ് എന്ന് ലോകത്തെ മുഴുവനായി അറിയിച്ച തിരുമേനിയുടെ കഷ്ടപ്പാടുകൾ എന്തായിരുന്നുവെന്ന് ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. വലിയ പണ്ഡിതനായിരുന്ന അദ്ദേഹം ഈ മലങ്കര സഭയ്ക്ക് നൽകിയ വലിയ സംഭാവനകൾ എന്താണെന്ന് നമുക്കറിയാം. ഞാനതിനെ വിസ്താരഭയത്താൽ ഇവിടെ വിവരിക്കുന്നില്ല. സമുദായ കേസിന്റെ രണ്ടാമത്തെ ആവിഷ്കാരത്തിൽ അത് കൊടുമ്പിരി കൊണ്ടിരുന്നതായ സമയം ഈ ഭദ്രാസനത്തിന് തൻ്റെ സമയവും ബുദ്ധിയും കഴിവും മുഴുവനായി സമർപ്പിച്ച് ഈ ഭദ്രാസനത്തിലുള്ള ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസികളെ ഒരുമിച്ച് നിർത്തുവാൻ കടലും കരയും താണ്ടി അനേകം കാതോലിക്കേറ്റ് സെന്ററുകൾ സ്ഥാപിച്ച് വിയർപ്പൊഴുക്കി ചോര നീരാക്കിയതായ ഒരു മഹാപരിശുദ്ധൻ എന്ന് തന്നെ പറയാവുന്നയാളാണ് ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനി. അദ്ദേഹം ഈ സഭയെ നടത്തി, ഈ സഭയ്ക്ക് നേതൃത്വം നൽകി, അതുപോലെ ഈ സഭയ്ക്ക് വേണ്ടതായ എല്ലാ ക്രമീകരണവും ചെയ്തു തൻ്റെ ജീവിതകാലം മുഴുവൻ. ഇന്ന് ഈ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പരിശുദ്ധ ബാബാ തിരുമേനി എൻ്റെ സ്വാർത്ഥത കൊണ്ട് പറയുകയല്ല, ഊറിലോസ് തിരുമേനി ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. മലങ്കര സഭയിലെ 30 ഭദ്രാസനങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കുന്നംകുളമല്ല, കാണ്ടരാണ്. കാരണം വേറൊരു ഭദ്രാസനത്തിനു വേണ്ടി മരണത്തെ നേരിട്ട് കാണുവാനുള്ളതായ തയ്യാറെടുപ്പ് അദ്ദേഹം കാണിച്ചു എന്നുള്ളത് ഈ ഭദ്രാസനം ഉള്ളിടത്തോളം കാലം മറക്കുവാൻ സാധ്യമല്ലാത്ത സത്യമാണ്. തിരുമേനിയുടെ നേതൃത്വമാണ് ഞങ്ങൾക്കൊക്കെ ശക്തി പകരുന്നത്. പല സന്ദർഭങ്ങളിലും നീതിക്കും സത്യത്തിനും വേണ്ടി ഭദ്രാസനം നിലനിൽക്കുന്ന സമയത്ത് കഷ്ടതകളും ദുഃഖങ്ങളും അപമാനങ്ങളും അപഹാസങ്ങളും കയ്യേറ്റങ്ങളും മർദ്ദനങ്ങളും ഏറ്റുകൊണ്ടാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ മക്കൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ തിരുമേനി ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. തീയിൽ കുരുത്തതായ ഈ മക്കൾ വെയിലത്ത് വാടുകയില്ല. ഏതെല്ലാം ശക്തികൾ ഇതിനെതിരായി വന്നിരുന്നാലും ഈ ഭദ്രാസനത്തിന്റെ മക്കൾ മരണം വരെയും സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും കാത്തു സൂക്ഷിക്കാൻ അവസാനത്തുള്ളി രക്തം വരെ കൊടുക്കുവാൻ തയ്യാറാണെന്നുള്ളതായ സത്യം പരിശുദ്ധ ബാബാ തിരുമേനിക്ക് ആശ്വാസം നൽകട്ടെ. ഇന്നും അക്രമവും അനീതിയും കൊടികുത്തി വാഴുമ്പോൾ സഭയുടെ സ്വാതന്ത്ര്യത്തിനെതിരെ കത്തിവയ്ക്കുന്നതായ ആളുകൾക്ക് കൂട്ടാളികളായി ഭരണകർത്താക്കൾ നിൽക്കുമ്പോഴും ഈ ഭദ്രാസനം യാതൊരു തരത്തിലും പതറുകയുമില്ല. അതിനുള്ളതായ ശക്തിയുണ്ട്. കാരണം അതിന് ഊർജവും തേജസ്സും പകർന്നു തന്ന പിതാക്കന്മാർ മുറിമറ്റത്തിൽ ബാബായും ഔഗൻ ബാബായും പക്കോമിയോസ് തിരുമേനിയുമാണ്. അവർ കാണിച്ചു തന്നതായ മാർഗത്തിൽ നിന്ന്
അവർ മാറിത്തന്നതായ കൈമാറ്റം ചെയ്തു തന്നതായ വിശ്വാസത്തെ അത് കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഈ ഭദ്രാസനത്തിന്റെ മക്കൾ എന്നും തയ്യാറാണ്. ഏതെല്ലാം നന്മകൾ കൊണ്ട് തിന്മയെ ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചതായ പാഠം, അഥവാ ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഏത് തരത്തിലുള്ളതായ കാര്യങ്ങൾ നടന്നാലും അതിനെ തച്ചുടയ്ക്കുവാനും ചവിട്ടിത്തേക്കുവാനും ആളുകൾ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കരുത്, അവർക്ക് നന്മ ചെയ്യണം എന്നുള്ളതായ ഉപദേശം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ കുട്ടികൾക്ക് കൈമാറ്റം ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ളതായ പീഡനങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാൻ യുവരക്തങ്ങൾ മുന്നോട്ട് വരുമ്പോൾ പലപ്പോഴും അവരെ പിടിച്ചു നിർത്താൻ വളരെ പാടുപെട്ടിട്ടുണ്ട് എന്നുള്ളതും ഈ സമയത്ത് അറിയിക്കുക. ഏതായിരുന്നാലും ഈ ഭദ്രാസനം അതിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഈ ഭദ്രാസനത്തെ സഹായിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനി അതുപോലെ മറ്റ് മെത്രാപ്പൊലീത്തന്മാരും ഈ ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നു. അഭിയന്നെ കൂറിലോസ് തിരുമേനി സ്വന്തം അനുജന്റെ മകന്റെ വിവാഹത്തിന് വേണ്ടി വന്നതാണ്. തിരുമേനി ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തിരുമേനിയെ ക്ഷണിച്ചുമില്ല, ഇവിടെ നോട്ടീസിൽ പേര് വെച്ചുമൊന്നുമില്ല. തിരുമേനിയെ മറ്റൊരു കാര്യത്തിന്, ബോംബെയിലെ ഉള്ള ചില കാര്യത്തിന് വേണ്ടി തിരുമേനിയെ വിളിച്ചു ഇന്നലെ. ആ സമയത്താണ് തിരുമേനി ഇവിടെ നാട്ടിലുണ്ടെന്നറിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പട്ടമേറ്റവരാണ്, ഒരു നാട്ടുകാരാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു ഭദ്രാസന ദിനം നടക്കുകയാണ്. അതിൻ്റെ പരിപാടികൾ പേരൊന്നും വെച്ചിട്ടില്ല. വരുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞങ്ങളുള്ളതായ സ്നേഹം, ഈ ഭദ്രാസനത്തിനെ സ്നേഹിക്കുന്നതായ തിരുമേനി ഇവിടെ വന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വലിയതായ സന്തോഷമാണ്. അത്തരത്തിൽ ഈ ഭദ്രാസനത്തെ എല്ലാവരും സ്നേഹിക്കുന്നു, നടത്തുന്നു. ഈ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഊടുംപാവും നൽകി ഇതിനെ മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരാണ്. ഓരോ ഇടവകയിലും അവർ ചെയ്യുന്നതായ സേവനങ്ങൾ ആർക്കും വിശദമാക്കുവാൻ സാധ്യമല്ലാത്ത വിധം അതീതമാണ്. ഈ ഭദ്രാസനത്തിൽ 12 സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുവെങ്കിൽ അതിനൊക്കെ തുടക്കം കുറിക്കുവാൻ അവരുടെ ആഗ്രഹമാണ്, ഇടവക ജനങ്ങളുടെ ആഗ്രഹമാണ്. അവർ ഒരുമിച്ച് ഇതിന് വേണ്ടതായ കൈത്താങ്ങൽ നൽകി ഇടവകളിൽ അതിനുള്ളതായ പ്രചരണം നടത്തി വരുന്നതായ സമയത്ത് ഈ ഭദ്രാസനത്തിന് ഒരു കുറവുമില്ല. ഏതാണ്ട് 1.25 കോടി രൂപയോളം ഈ ഭദ്രാസനത്തിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു വർഷം ആവശ്യമാണെങ്കിൽ അതിനേക്കാൾ കൂടിയൊരു തുകയുടെ കിട്ടുവാൻ തക്കവണ്ണം ഇവിടുത്തെ വൈദികർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. അവരുടെ ജനങ്ങളെ അതിന് സജ്ജരാക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത് നടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇതെടുത്തു പറയുവാനുള്ളതായ ഒരു കാര്യം, മലങ്കര സഭയ്ക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ മലങ്കര സഭയുടെ കാതോലിക്കേറ്റ് ശതാബ്ദിയുടെ സ്മാരകമായി പ്രസാദം സെന്റർ ഉയർന്നിരിക്കുന്നു. ഈ മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഭദ്രാസനങ്ങളിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന നിലയിൽ ഈ ഭദ്രാസനത്തിന് ഇപ്രകാരമുള്ള ഒരു സ്ഥാപനമുണ്ടാക്കുവാൻ കഴിയും. അത് ഈ ഭദ്രാസനത്തിലെ ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണമാണ്. ആ ഒരു സഹകരണം കൊണ്ടാണ് ഇന്നത്തെ ഈ ഭദ്രാസന ദിനവും ഇപ്രകാരം കുടുംബ സംഗമം എന്നുള്ള രീതിയിലും ആ തരത്തിലെല്ലാം വളർന്നത്. ഈ തരുണത്തിൽ പ്രസാദം സെന്ററിന്റെ പണിക്ക് വേണ്ടി അത്യുത്ഥാനം ചെയ്തതായ അനേകം ആളുകളുണ്ട്. എങ്കിലും അതിൽ പ്രധാനമായിട്ട് ഈ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ചനെ മറന്നുപോകാനായിട്ട് സാധ്യമല്ല. അദ്ദേഹം ചെയ്തതായ സേവനങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ല. ഈ പള്ളി പല പ്രാവശ്യം അടയ്ക്കുകയും തുറക്കുകയും പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും
ഏതാനും വർഷങ്ങളായി അതിൻ്റെ വികാരിയായിരുന്നു കൊണ്ട് അതിന് സുധീരമായ നേതൃത്വം നൽകുന്ന ഇടവ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ചൻ ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഈ ഭദ്രാസനത്തിൻ്റെ ഈ പ്രസാദ സെന്ററിന്റെ രൂപകൽപ്പനയിലും അതുപോലെ അതോടൊപ്പം തന്നെ ഈ ഭദ്രാസന ദിനാഘോഷത്തിന് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സുധീരമായ നേതൃത്വം നൽകുകയും ഇന്ന് അത് വലിയൊരു പരിസമാപ്തിയിൽ എത്തിക്കുകയും ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഈ തരുണത്തിൽ ഭദ്രാസനത്തിന് എല്ലാം സന്തോഷമായി, ഭദ്രാസനം ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ചന് പരിശുദ്ധ ബാവാ തിരുമേനി ഇപ്പോൾ ഒരു ഉപഹാരം നൽകുന്നു. അച്ഛൻ വന്ന് അത് സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചുരുക്കട്ടെ. ദീർഘമായി അനേക കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും പരിശുദ്ധ ബാവാ തിരുമേനിയും വിശിഷ്ടാതിഥികളെയും ഓർത്ത് രാവിലെ മുതൽ 9 മണി മുതൽ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് അത് കക്ഷോട്ട് ചെയ്യുകയാണ്. എല്ലാവരും ഈ പരിപാടിയിൽ വന്ന് സംബന്ധിക്കുന്നതിനുള്ള അഗൈതമായ സന്തോഷം നിങ്ങളുടെയൊക്കെ മുഖത്ത് എല്ലാവരും ഇരുന്നോട് ചിരിക്കുന്നുണ്ട്. വളരെ സന്തോഷം. നിങ്ങളെല്ലാവരെയും ഈ ചിരിക്കുന്ന മുഖം എന്നും എനിക്ക് കാണണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അഭിവന്യ തിരുമനസിന്റെ വാക്കുകൾക്ക് നന്ദി. മലങ്കര സഭയ്ക്ക് പുണ്യപിതാക്കന്മാരെ സംഭാവന ചെയ്ത കുന്നംകുളം ദേശത്തു നിന്നും സഭയുടെ ഉന്നത സ്ഥാനത്തെത്തിയ പിതാവ്, കണ്ടനാട് ഭദ്രാസനത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന മലങ്കര സഭയുടെ അധിപൻ, മാർത്തോമാ ശ്ലീഹായുടെ പിൻഗാമി, പൗരസ്ത്യ കാതോലിക്ക് മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് തുതിയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ടാണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പരിശുദ്ധ ബാവ തിരുമനസ്സിനെ വിനയസമേതം ആയതിനായി ക്ഷണിക്കുന്നു. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു. വെളിവിയടിയാരഖില ധാരമതാ വെളിവുന്നീ കതിരേ ശോഭി